ഹലോ everyone. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 12 ക്ലാസ് 6 പ്രകൃതിയുടെ വരദാനം. പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെ വിഭവങ്ങൾ എന്ന് പറയുന്നു. പ്രകൃതിയിൽ കാണുന്നത് മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെ വിഭവങ്ങൾ എന്ന് പറയുന്നു. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ ഇത്തരം വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ. വായു, സൂര്യപ്രകാശം, കാറ്റ്, മരങ്ങൾ, ജലം എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിഭവങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ പ്രകൃതി. ശിലകൾ, ജലം, മണ്ണ്, കാറ്റ്, ധാതുക്കൾ, സൂര്യപ്രകാശം. വിഭവങ്ങളിൽ ചിലത് ജീവനുള്ളവയാണ്, മറ്റു ചിലത് ജീവനില്ലാത്തവയും. ജീവനുള്ള വിഭവങ്ങളെ ജൈവ വിഭവങ്ങൾ എന്നും ജീവനില്ലാത്തവയെ അജൈവ വിഭവങ്ങൾ എന്നും പറയും. ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമാണ്, എന്നാൽ മറ്റു ചില വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയുമാണ്. എക്കാലത്തും ലഭ്യമാകുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണ്? കാറ്റ്, സൂര്യപ്രകാശം, മണ്ണ്. ഉപയോഗത്തിന് അനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, ഇരുമ്പയിര്. ഓക്കെ. എക്കാലത്തും ലഭ്യമാകുന്ന വിഭവങ്ങളായിട്ടുള്ള കാറ്റ്, സൂര്യപ്രകാശം, മണ്ണ് ഇവയെല്ലാം പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളാണ്. അതേ സ്ഥാനത്ത് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളായിട്ടുള്ള കൽക്കരി, പെട്രോളിയം, ഇരുമ്പയിര് ഇവയെല്ലാം പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങളാണ്. വർദ്ധിക്കുന്ന ആവശ്യങ്ങൾ ശോഷിക്കുന്ന വിഭവങ്ങൾ. ജനസംഖ്യാ വർധനവ്, ശാസ്ത്ര സാങ്കേതിക പുരോഗതി, മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യങ്ങൾ, വ്യവസായവൽക്കരണം എന്നിവ പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ഇത് അമിതമായ വിഭവ ശോഷണത്തിന് വഴിതെളിച്ചു. അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവ ശോഷണം. അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവ ശോഷണം. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത്. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത്. 1972 ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗം ഐക്യരാഷ്ട്രസഭയെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചു. മനുഷ്യന്റെ അമിതമായ വിഭവ ചൂഷണം മൂലം വംശനാശം സംഭവിച്ച ജീവിയാണ് ഡോഡോ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൗറീഷ്യസ് ദ്വീപിൽ കണ്ടു വന്നിരുന്ന ഈ പക്ഷികളെ മാംസത്തിനു വേണ്ടി കൊന്നൊടുക്കിയപ്പോൾ ഭൂമുഖത്ത് നിന്ന് അവ അപ്രതീക്ഷിതമായി. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അറോച്ച് എന്ന കന്നുകാലി വർഗം, ഏഷ്യൻ ചീറ്റപ്പുലി എന്നിവയും അന്യം നിന്നു പോയവയാണ്. വിഭവ സംരക്ഷണം. വിഭവങ്ങൾ നീതിപൂർവവും ശ്രദ്ധാപൂർവവും ഉപയോഗിക്കുകയും അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് വിഭവ സംരക്ഷണത്തിന്റെ അടിസ്ഥാന തത്വം. ഭൂമിയിൽ പ്രകൃതി വിഭവങ്ങൾ പരിമിതമാണെന്നും അവ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ബോധ്യമായല്ലോ. നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ വരും തലമുറകൾക്കും പ്രകൃതി വിഭവങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കാതെ വിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കാൻ നമുക്ക് അവകാശമില്ല. വിഭവ സംരക്ഷണവും ഇന്ത്യയിലെ നിയമങ്ങളും. അമിത വിഭവ ചൂഷണം മനുഷ്യരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ പ്രകൃതിയെ നിഷ്കരുണം ഉപദ്രവിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന ചിന്തയുണ്ടായി. അങ്ങനെ ഈ നിയമങ്ങൾ നിലവിൽ വന്നു. 1. പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 48A വകുപ്പ് 51 AG വകുപ്പും പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 48A വകുപ്പും 48A വകുപ്പും 51 AG വകുപ്പും. 2. പരിസ്ഥിതി സംരക്ഷണ നിയമം. 3. ജല നിയമം. 4. വന സംരക്ഷണ നിയമം. 5. വായു നിയമം. 6. ദേശീയ പരിസ്ഥിതി ട്രൈബ്യൂണൽ. പെരിയാർ നദീ സംരക്ഷണത്തിനു വേണ്ടിയുള്ള ജനമുന്നേറ്റം 1999 ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായി. ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെയും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളിലൂടെയും നിരവധി നിയമങ്ങൾ വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഉദാഹരണം നെൽവയൽ സംരക്ഷണ നിയമം, തണ്ണീർത്തട സംരക്ഷണ നിയമം. സുസ്ഥിര വികസനം.
വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക, അവയുടെ ഉപയോഗം കുറയ്ക്കുക, അവ പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല താനും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ, വിഭവ ശോഷണം, വിഭവ സംരക്ഷണം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ.